ഹലോ, നമുക്കിന്നൊരു ജേർണലിംഗ് നോക്കിയാലോ? അപ്പോൾ ഇതായി പിങ്കിഷ് ആയിട്ട് ക്യൂട്ടായിട്ടുള്ള ബുക്ക് കുറേ ഡേയ്സ് എന്നെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ അറ്റ് ലാസ്റ്റ് ഞാൻ ഇന്നിതെടുക്കാൻ തീരുമാനിച്ചു. ജേർണലിംഗ് ചെയ്യാൻ മാത്രമുള്ള സപ്ലൈസ് ഒന്നും എൻ്റെ കയ്യിലില്ല. അപ്പോൾ പിന്നെ എന്ത് ചെയ്യുമെന്ന് ഇങ്ങനെ വിചാരിച്ചിരുന്നു. അറ്റ് ലാസ്റ്റ് എനിക്കൊരു ഐഡിയ തോന്നി, സപ്ലൈസ് ഒന്നും ഇല്ലാതെയും ചെയ്യാമല്ലോ ജേർണലിംഗ്. അങ്ങനെ തീം ബേസ് ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അതായത് കളർ തീം. ഇപ്പം തന്നെ ഏകദേശം കളർ മനസ്സിലായിട്ടുണ്ടാവും. അതെ, യെല്ലോ കളർ. അങ്ങനെ യെല്ലോ കളർ പിടിച്ചാലോ എന്ന് വിചാരിച്ച് മൊത്തത്തിൽ യെല്ലോ കളർ പൂശി ഫ്ലവേഴ്സൊക്കെ സെറ്റാക്കി. ഇനി അങ്ങോട്ട് നമുക്ക് കുഞ്ഞു കുഞ്ഞു കോട്ട്സ് എല്ലാം എഴുതാനുള്ള ബോക്സസ് സെറ്റാക്കാം. അതിനായിട്ട് ഞാൻ 2 സ്ക്വയർ ഷേപ്പായിട്ട് ഷെയ്ഡ് ചെയ്യുന്നുണ്ട്. അതിങ്ങനെ ഷെയ്ഡ് ചെയ്തിട്ട് ജസ്റ്റ് എന്തെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള നമ്മളെ മൈൻഡിൽ തോന്നുന്ന ചെറിയ ചെറിയ സിമ്പിളായിട്ടുള്ള കോഡ്സ് എഴുതാം. ഇനി ഒരു പാറ്റേൺ പേപ്പർ ഉണ്ടാക്കുക. അതിന് വേണ്ടി ഒരു കട്ട് പീസ് പേപ്പർ എടുക്കുക. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ ഓൾറെഡി യെല്ലോ പീസ് ഉണ്ടായിരുന്നു, പക്ഷെ അത് ലൈറ്റ് കളറായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ചുകൂടി ഡാർക്ക് ചെയ്യാം. എൻ്റെ ഒരു ഫ്ലവറിൻ്റെ കളർ തന്നെ വരണ്ടേ. അങ്ങനെ ആ ഒരു യെല്ലോ കളർ വരാൻ വേണ്ടി ഞാൻ വീണ്ടും ഷെയ്ഡ് ചെയ്ത് ഇവിടെ സ്റ്റിക്ക് ചെയ്തു. എന്നിട്ട് അതിലൊരു ചെറിയ കോഡ്സും കൊടുത്തു. അപ്പോൾ ഇതാ യെല്ലോ കളർ ജേർണലിങ് ഇവിടെ റെഡിയായി. അപ്പോൾ എങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യാമല്ലേ? ഓക്കെ, ബൈ. അപ്പോൾ എങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യാമല്ലേ? ഓക്കെ, ബൈ.